ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ബബ്ബബ്ബ മൂവിയുടെ വിശേഷമാണ്. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ ഗോപാലൻ നിർമ്മിച്ച ചിത്രമാണ്. കുറേ സ്റ്റാറിംഗ് ഉണ്ട്. മോഹൻലാൽ, ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒരു വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഈ സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ മാത്രം വിശേഷമാണ്. മോഹൻലാലും ദിലീപും കൂടിയുള്ള ഒരു അടിപൊളി മാസ് സ്റ്റേജ് ഷോയാണ് ഈ ചിത്രം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഈ സിനിമയെ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകളുടെ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സംവിധായകന് നല്ല തിരക്കഥയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നല്ല രീതിയിൽ മാസ്സായിട്ട് കിഡിലിനായിട്ട് അയാൾക്ക് സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഇത്രയും സ്റ്റാറിനൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് തിരക്കഥ ആണ് അയാൾക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം. ലാലേട്ടന്റെ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഒരാവശ്യമില്ല. ഈ സിനിമ തന്നെ ഒരാവശ്യമില്ല. ലാലേട്ടന്റെ കഥാപാത്രത്തിന് ഒരാവശ്യമില്ല. അപ്പം ഈ സിനിമ കഴിയാനാകുമ്പോൾ ലാലേട്ടന്റെ കഥാപാത്രത്തിന് ഇവർ എഴുതി കൂട്ടി വച്ചിരിക്കുന്നതാണ്, പിന്നെ കൂട്ടിച്ചേർത്താണ്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ സിനിമയായിട്ടാണ് കാണുന്നത്. ഞാൻ പേഴ്സണലായിട്ട് കാണുന്നേ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ദിലീപിന് ഇപ്പോൾ അടുത്തായിട്ട് പരാജയങ്ങൾ മാത്രമാണുള്ളൂ, ഒരു വിജയം പോലും ഇല്ല. OTTക്ക് പോലും സിനിമ വേണ്ടാത്ത ദിലീപിന് ഒരു വിജയം ഇപ്പം അനിവാര്യമാണ്, സിനിമാ ഫീൽഡിൽ നിന്ന് പോകാൻ. അതിനു വേണ്ടിയിട്ടാണ് ലാലേട്ടനെ ഇതിനോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഗോപാലൻ ചേട്ടന് വേണ്ടി ഒരു എന്താ പറയാ ഉപകാര സ്മരണ, നമ്മുടെ എമ്പുരാന്റെ ഉപകാര സ്മരണയിലാണ് ഈ ഡേറ്റ് പോയിരിക്കുന്നത്. ലാലേട്ടന്റെ കഥാപാത്രത്തെ ഇതിനകത്തോട്ട് വെറുതെ ഇപ്പം ലാലേട്ടൻ ഫാൻസ് മൊത്തം ലാലേട്ടൻ എന്ത് ചെയ്യണം, ലാലേട്ടന്റെ മുണ്ടെടുക്കുന്നത്, മീശ വിരിക്കുന്നത്, നടക്കുന്നത്, തോളി ചിരിക്കുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടി കൊതിയോടെ ഇരിക്കുന്ന ആൾക്കാരല്ലേ. അവർക്ക് അതാ മതി. അല്ലാണ്ട് ലാലേട്ടന്റെ നല്ല അഭിനയ മുഹൂർത്തങ്ങളോ നല്ല ഭാവങ്ങളോ നല്ല തിരക്കഥയോ നല്ല സിനിമയോ ഒന്നും ആവശ്യമില്ല. ലാലേട്ടൻ ആരാധകർക്ക് വേണ്ടത് ലാലേട്ടൻ തോളി ചിരിക്കുന്നത്, മീശ വിരിക്കുന്നത്, മുണ്ട് മടക്കി കുത്തുന്നത്, സ്റ്റൈലായിട്ട് എന്തെങ്കിലും പറയുന്നത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അവർക്ക് അതുണ്ടെങ്കിൽ ആ സിനിമ അവർ വിജയിപ്പിക്കും. അങ്ങനെയാണ് ഈ സിനിമാക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ ആരാധകരെ വെറും ഊളകളും ബുദ്ധിശൂന്യന്മാരും മണ്ടന്മാരുമാക്കിയ ഒരു സിനിമയാണിത്. ലാലേട്ടൻ അതിന് കൂട്ടുനിന്നല്ലോ എന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. ലാലേട്ടനും കൂടെ അതിനു വേണ്ടി കൂട്ടും. നമ്മളൊക്കെ അത്രയ്ക്ക് ആരാധിക്കുന്ന നടന്മാര്, ആരാധിക്കുന്നവർ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെയൊക്കെ ഒരു വെറും മണ്ടനായിട്ട് കാണുന്നത്, ഒരു ബുദ്ധി ഇല്ലാത്തവരും വെറുതെ ഇങ്ങനെ പൈസ കളയുന്നവരായിട്ട് കാണുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു. ഇതിനകത്ത് അങ്ങനെയാണ് ഇവിടെ ലാലേട്ടന്റെ സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റേജ് ഷോയിൽ ലാലേട്ടൻ കുറെ പരിപാടി അവതരിപ്പിക്കുന്നു, മുണ്ട് മടക്കി കുത്തി വരുന്നു, മീശ പിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് ഈ സിനിമയിൽ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോറടിച്ച് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് കണ്ടത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദിലീപ് അതിബുദ്ധിമാനാണ് കേട്ടോ. ദിലീപോ ഈ സിനിമ സംവിധാനം ചെയ്ത് നിർമ്മിച്ച ആൾക്കാർ അതിബുദ്ധിമാന്മാരാണ്. ലാലേട്ടൻ ഫാൻസിനെ വെച്ച് ഫാൻസ് ഷോ സംഘടിപ്പിച്ചു. ഈ സിനിമ വൻ വിജയമാക്കാൻ, വൻ ബിസിനസ് ആക്കാൻ വേണ്ടി സാധിച്ചു. ഒരു ചർച്ചയാക്കാൻ ലാലേട്ടനെ വെച്ച് ഇവർ സാധിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ ഫാൻസിനെ വെച്ച് തിയേറ്ററിൽ ആളെ കയറ്റി. അതിബുദ്ധിമാനാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ദിലീപ്, അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രം, അദ്ദേഹം ചെയ്ത രീതി, ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്തതിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കഥാപാത്രത്തെ. വിനീത് ശ്രീനിവാസൻ നല്ലപോലെ, ധ്യാൻ ഒക്കെ നല്ലപോലെ അവരുടെ കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നടന്മാരുണ്ട്, എനിക്ക് എല്ലാവരും ഒന്നും പേരെ ഓർമ്മയില്ല. പിന്നെ ഇതിനിടയ്ക്ക് അതൊന്നും പറയാനുള്ള സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല വിഷ്വൽ ഉണ്ട്, നല്ല കാണാൻ രസമുണ്ട് കേട്ടോ, കണ്ടിരിക്കാൻ സാധനമുണ്ട്. കുറേ ഇങ്ങനെ വേണ്ട അത് വിട്ടി കൂഷ്മാണ്ഡങ്ങൾ ചെയ്യുന്ന പോലത്തെ കുറേ സീനുകൾ, നമ്മൾ വിഡ്ഢികൾ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെ കുറേയൊക്കെ കുത്തിക്കയറ്റിയ പോലെ ഉണ്ട്. എനിക്ക് ഈ സിനിമയെ പറ്റി എന്ത് പറയണം എന്നറിയില്ല. കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ച് ഭയങ്കര ഇതായിട്ട് പോയതാണ്. എന്നുവെച്ചാൽ സൂപ്പർ, ഇനി ഇറങ്ങാനില്ലാത്ത ഇങ്ങനത്തെ ഒരു പടം നല്ല ഇവരിത് ഹൈപ്പ് ആണ്
ഈ സിനിമയിൽ തന്നെ നമ്മൾ ഈ സിനിമ ലാലേട്ടൻ വന്നപ്പോഴത്തേക്കും ഹൈപ്പായി, വേറെ ലെവലായി. ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും സിനിമ അങ്ങോട്ട് വിജയിച്ചു. എന്തൊക്കെയാണ് ലാലേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഇവരിനകത്ത്. ലാലേട്ടൻ നടന്നു കഴിഞ്ഞ് തീർന്നു, പടം ബമ്പർ ഹിറ്റ്. എന്താണ് ഇവർ ആരാധകർ ഇങ്ങനെ ആണോ ട്രീറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഈ പൈസ എന്ത് വന്നും വരുന്നത് നല്ലൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ലാലേട്ടൻ്റെ നല്ല മുഹൂർത്തങ്ങൾ, നല്ല അഭിനയ പ്രാധാന്യമുള്ള റോളുകൾ, നല്ല മാസും ആക്ഷനും. അതിനിടയ്ക്ക് നിങ്ങൾ നല്ല പടങ്ങളിൽ ഒരു മീശ വിരിച്ചോളൂ, മുണ്ട് മടക്കി കുത്തിക്കോളൂ, നല്ലത് ചെയ്യുമ്പോൾ. അതല്ലാണ്ട് അതിനു വേണ്ടി തന്നെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി വെച്ച് ഒരു കോമാളിത്തരം കാണിക്കുന്നത് ആരാധകരായ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നത്തെ സിനിമയിൽ കുറേ പോസിറ്റീവ് ഉണ്ട്, കുറേ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഈ ലാലേട്ടൻ കഥാപാത്രത്തെയും ഈ സിനിമയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പം ഇത് പറയുന്നതുകൊണ്ട് ദിലീപിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. ദിലീപിനോട് എനിക്ക് യാതൊരുമില്ല. എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും വർക്കായിട്ടില്ല. ഇനി എന്താണ് പറയേണ്ടതെന്ന് അതിൻ്റെ പോസിറ്റീവും ഞാൻ പറയുന്നില്ല, നെഗറ്റീവും പറയുന്നില്ല. എനിക്ക് ഈ പടം വർക്കായിട്ടില്ല. അഴിഞ്ഞാട്ടം പ്രതീക്ഷിച്ചു പോയ എനിക്ക് അളിഞ്ഞാട്ടമാണ് കിട്ടിയത്. പിന്നെ ഒരു സ്റ്റേജ് ഷോ കണ്ടിരിക്കുന്ന ലാഘവത്തോടെയാണ് ഞാനിത് കണ്ടിരുന്നത്. സ്റ്റേജ് ഷോ പോലും ഞാൻ ഇതിനേക്കാളും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിനിമ പോയി കാണണം എന്ന് ഞാൻ പറയില്ല. കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സിനിമ പോയി കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, നിങ്ങൾക്ക് മറിച്ച അഭിപ്രായം ഉണ്ടാവും, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് മറിച്ച അഭിപ്രായം ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.